നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി, ബ്ലാക്ക് മാജിക്, കൂടോത്രം, പ്രേതബാധ ഇവയൊക്കെ ബാധിച്ച വീടുകളിൽ കേൾക്കുന്ന ഒരു പ്രത്യേകതരം ശബ്ദങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയാണ്. ഏതൊക്കെ തരത്തിലുള്ള ശബ്ദം കേട്ടാലാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, എന്തൊക്കെയാണ് കുഴപ്പമില്ലാത്ത ശബ്ദങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങൾ ഗൗരവത്തോടെ എടുക്കേണ്ടത് എന്നൊക്കെയുള്ളതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴോ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴോ ചില അമാനുഷികമായ ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എങ്കിൽ അത് വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അത് വളരെയേറെ ശ്രദ്ധിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ശബ്ദങ്ങളെല്ലാം അസമയത്ത് കേൾക്കുന്നവയാണ്, അല്ലെങ്കിൽ ഒരു ദുരൂഹത നിറഞ്ഞ ഒരു ശബ്ദമാണ്. പുറത്തു നിന്നോ ഉള്ളിൽ നിന്നോ ആരോ ജനലിൽ തട്ടുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ അസമയത്ത് കേൾക്കുന്നത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലരുണ്ട് ഇങ്ങനെയുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞാൽ വളരെ ധൈര്യപൂർവ്വം ചെന്ന് ജനലുകൾ തുറന്ന് നോക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യണമെന്ന് ഒരിക്കലും പറയുന്നില്ല. ആ ശബ്ദങ്ങൾ ചിലപ്പോൾ മ്യൂസിക് പോലെ ആയിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇതൊരു നെഗറ്റീവ് എനർജി നിറഞ്ഞ ശബ്ദമാണ്. നെഗറ്റീവ് എനർജി ഉള്ളിടത്തും കേൾക്കുന്ന തരം ശബ്ദമാണ്. അടുത്തതായിട്ട് വെള്ളം ഒഴുകുന്ന പോലത്തെ ഉള്ളൊരു ശബ്ദം, ടാപ്പിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീഴുന്ന പോലെയുള്ള ശബ്ദം, ബക്കറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ ധാരധാരയായി ഒഴിക്കുന്ന പോലെയുള്ള ശബ്ദം, ഇവ ഒരിക്കലും വീടുകളിൽ കേൾക്കാൻ പാടില്ലാത്തതാണ്. ഇവ കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ വളരെ കൂടുതലാണ് എന്നതാണ്. കാരണം ഈ വെള്ളം ഒഴുകുന്ന ശബ്ദത്തിലൂടെ വീട്ടിലെ സ്വസ്ഥതയെയും സമാധാനത്തെയും നശിപ്പിക്കുന്നതാണ് ഇതിൻ്റെ സൂചന. രാത്രികാലങ്ങളിൽ ഉറക്കമായതിനു ശേഷം ആരോ പാട്ട് പാടുന്നത് പോലെയുള്ള ശബ്ദം, ആ പാട്ട് ചിലപ്പോൾ നിങ്ങൾ മുൻപ് കേട്ടിട്ടുള്ളവ ആയിരിക്കുകയില്ല, ചിലപ്പോൾ പാട്ടുമാകണമെന്നില്ല, ജസ്റ്റ് ഒരു ട്യൂൺ പോലെയുള്ളൊരു മൂളക്കം മാത്രമായിരിക്കും. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ഇത് വീട്ടിലെ ഒരു നെഗറ്റീവ് എനർജിയുടെ സൂചനയാണ്, പ്രേത സാന്നിധ്യം ഉണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. അടുത്തതായി, വീടുകളിൽ ഒരിക്കലും കേൾക്കുവാൻ പാടുള്ള ശബ്ദമല്ല മാന്തുന്ന ശബ്ദം. മൃഗങ്ങൾ മാന്തുന്നത് കുഴപ്പമുള്ളതല്ല. മൃഗങ്ങളല്ലാതെ മറ്റാരോ എവിടെയൊക്കെയോ മാന്തുന്നത് പോലെയുള്ള ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് വീടിനുള്ളിൽ ബാധിച്ചിരിക്കുന്ന വലിയൊരു ദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതുപോലെയുള്ള ശബ്ദം നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ വീടുകളിൽ ഭിത്തിയിലോ കസേരയിലോ മേശയിലോ മൃഗത്തിൻ്റെ മാന്തിയ പാടുകൾ കാണുകയാണെങ്കിൽ അത് വളരെ അപകടം നിറഞ്ഞതാണ്. ചിലർക്ക് ഈ മാന്തിയ പാടുകൾ ശരീരത്ത് അനുഭവപ്പെടാം. എന്തുകൊണ്ട് ഈ ഒരു പാട് ഉണ്ടായി എന്ന് പോലും ഇവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കില്ല. ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ക്ഷേത്ര ദർശനം നടത്തുക. അമ്പലങ്ങളിൽ നിന്ന് ചരട് ജപിച്ച് ശരീരത്ത് ധരിക്കേണ്ടതുമാണ്. വീട്ടിൽ നിത്യേന മന്ത്രം ജപിക്കുക, നാമങ്ങളും ഉറക്കെ ജപിക്കുക. അടുത്തതായിട്ട്, എന്തെങ്കിലും വസ്തു ചലിക്കുന്നത് പോലുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവുക, എന്തെങ്കിലും വസ്തുക്കൾ നീങ്ങുകയും തമ്മിൽ ഉരയ്ക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ വീടിനുള്ളിലെ നെഗറ്റീവ് എനർജിയാണ് അത് സൂചിപ്പിക്കുന്നത്. അപൂർവമായിട്ട് മാത്രമാണ് ഈ ഒരു തരത്തിലുള്ള ശബ്ദം കേൾക്കുന്നത്. വലിയ തരത്തിലുള്ള നെഗറ്റീവ് എനർജിയെയും ദോഷത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വലിയൊരു അപകടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാണ് ഇത്തരത്തിലുള്ള ശബ്ദത്തിൻ്റെ സൂചന. ഈ ശബ്ദങ്ങൾ അസമയത്താണ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ അമാനുഷിക ശക്തിയുടെ സാന്നിധ്യം ആ വീട്ടിലുണ്ട് എന്നതിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനുള്ള ഒരു പരിഹാരം എന്നത് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കുടുംബദേവതയെ പ്രീതിപ്പെടുത്തുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ കുടുംബദേവതയ്ക്ക് സമർപ്പിക്കുക, കുടുംബദേവതയ്ക്ക് വിളക്കെണ്ണ, ചന്ദനത്തിരി, കർപ്പൂരം ഇവ സമർപ്പിക്കുക. എന്നിട്ട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വീടുകളിൽ 2 നേരം വിളക്ക് കത്തിക്കുകയും നിത്യേന മന്ത്രം, ഇഷ്ടദേവതയുടെ മന്ത്രം ജപിക്കുകയും വേണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നെഗറ്റീവ് എനർജിയുടെ ശക്തി വളരെ കുറയുന്നതാണ്. അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി കേൾക്കുന്ന ശബ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് വിളിക്കുന്നതായിട്ടുള്ള ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും.
നിങ്ങൾ തനിച്ചിരിക്കുമ്പോൾ ആരോ നിങ്ങളുടെ പേര് വിളിക്കുന്നത് പോലുള്ളൊരു അനുഭവം നിങ്ങൾക്കുണ്ടായേക്കാം. അങ്ങനെ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ ആ വിളി കേൾക്കുകയും ആ പേര് വിളിച്ച സ്ഥലം, ആ ശബ്ദം വന്ന സ്ഥലത്തോട്ട് നിങ്ങൾ പോവുകയും ചെയ്യും. ഇത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ ശബ്ദത്തിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു വിളി കേൾക്കാൻ സാധിക്കും. എന്തിനാ വിളിച്ചത് എന്ന് അവരോട് ചോദിക്കുമ്പോഴായിരിക്കും അവർ പറയുന്നത്, ഇല്ല ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ എന്ന്. ഇങ്ങനെ നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ഇതും വീട്ടിൽ അമാനുഷികമായ ശക്തി ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ്. അടുത്തതായിട്ട് നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു തരം ശബ്ദമാണ് ആരുടെയൊക്കെ സംസാരം. ആരൊക്കെയോ അടക്കം പറയുന്നത് പോലെയുള്ള ശബ്ദം, രഹസ്യം പറയുന്നത് പോലെയുള്ള ശബ്ദം, വ്യക്തതയില്ലാത്ത സംസാരം. എത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പോലും ആ സംസാരിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. ഈ ശബ്ദം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഈ ഒരു ശബ്ദം നിങ്ങളുടെ വീട്ടിനുള്ളിൽ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഇത് നെഗറ്റീവ് എനർജിയുടെ, അതായത് അമാനുഷികമായ എന്തോ ഒരു ദോഷമുള്ള ഒരു എനർജിയുടെ സാന്നിധ്യം തന്നെയാണെന്ന് ഉറപ്പിക്കാൻ. ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായാൽ താമസിക്കാതെ തന്നെ ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ പോവുക, ദേവിക്ക് ഗുരുതി സമർപ്പിക്കുക. ഗുരുതി സമർപ്പിച്ച പ്രസാദം വീടിനുള്ളിൽ കൊണ്ടുവയ്ക്കുക. ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു തന്ന ചരട് ശരീരത്തിൽ ധരിക്കുന്നതും ഉത്തമമാണ്. ദേവിയുടെ മന്ത്രം നിത്യേന ജപിക്കുക. ദേവീക്ഷേത്രത്തിൽ, അതായത് ഭദ്രകാളിയുടെ ദേവീക്ഷേത്രത്തിൽ നിത്യേന ദർശനം നടത്തുക. വീട്ടിൽ നിർബന്ധമായും 2 തവണ വിളക്ക് കത്തിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ നെഗറ്റീവ് എനർജിയിൽ നിന്നും നമുക്ക് വരാനിരിക്കുന്ന ദോഷത്തിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ശബ്ദം എന്തെന്നാൽ ആരോ നടക്കുന്നത് പോലെയുള്ള ശബ്ദം. നിങ്ങൾ റൂമിനുള്ളിൽ ഇരിക്കുമ്പോൾ പുറത്താരോ നടക്കുന്നത് പോലെയുള്ള ശബ്ദം, നിങ്ങളുടെ റൂമിനരികിലോട്ട് വരുന്നത് പോലെയുള്ള ശബ്ദം, ഈ കാലൊച്ച നിങ്ങൾ നല്ല വ്യക്തമായി കേൾക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. ആ കാലൊച്ച എവിടെയാണോ കേട്ടത്, നിങ്ങൾ അവിടെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ശബ്ദം നിലച്ചതായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടാം. ഇത് വീട്ടിൽ നെഗറ്റീവ് എനർജിയുടെ സൂചനയാണ്. അടുത്ത ശബ്ദം എന്ന് പറയുന്നത് രാത്രികാലങ്ങളിൽ അലക്കുകല്ലിൽ തുണി അടിച്ച് കഴുകുന്നത് പോലെയുള്ള ശബ്ദം. ഈ ശബ്ദം അസമയത്താണ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം. വീട്ടിൽ ബാധിച്ചിരിക്കുന്ന ഏതോ ഒരു ദുരാത്മാവിൻ്റെ സാന്നിധ്യമാണ് എന്നുള്ളത്. ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ, ഇവയിൽ ഏതെങ്കിലും ഒന്നോ എല്ലാം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുക. കുടുംബദേവതയെ പ്രീതിപ്പെടുത്തുക. ഇഷ്ടദേവതയുടെ മന്ത്രം നിത്യേന ജപിക്കുക. നിത്യേന 2 തവണ വീതം വിളക്ക് കത്തിക്കുക. രാവിലെയും സന്ധ്യയ്ക്കും മുടങ്ങാതെ വിളക്ക് കത്തിക്കുക. ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച ചരട് ധരിക്കാനും മറക്കാതിരിക്കുക. ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.